അസിത സഹീർ. തീർച്ചയായും എസ്കേൻ, എന്തായാലും 10 വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു ഭാഗത്ത് സ്വാഭാവികമായും ആദ്യ ഘട്ടം മുതൽ തന്നെ ഉയർന്നു വരേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ 10 വർഷം ഈ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ആ ചർച്ചയായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. ഒരുപക്ഷെ അത് ഉണ്ടാകാത്തതിന് കാരണം വളരെ കൃത്യമായി തന്നെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താനായി എന്നവരുടെ ആത്മവിശ്വാസം, അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനായി എന്ന അവരുടെ ആത്മവിശ്വാസം. അപ്പോൾ അത് ചർച്ചയായാൽ സർക്കാരിനത് കൂടുതൽ അനുകൂല ഫാക്ടറായി മാറും എന്നുള്ള പ്രതിപക്ഷത്തിന്റെ തോന്നലാകണം. ആ റൂട്ടിലേക്ക് ചർച്ചയെ കൊണ്ടുപോകുകയേ ചെയ്യാതെ പകരം ഡീലിലേക്ക് തന്നെ ആദ്യഘട്ടം മുതൽ ആരോപണം എത്തിച്ചത്. പക്ഷേ ഡീലിലേക്ക് വരുമ്പോഴും ഇപ്പോൾ ആദ്യം ഒരു മണ്ഡലം പറയുന്നു, പിന്നീട് 10 മണ്ഡലമാകുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവുമുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നിരത്തി LDF അതിനെ പ്രതിരോധിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ വിഷയവും ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഇടതു മുന്നണിക്ക് തന്നെ അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.